ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി 2 പഴുത്ത പഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇനി മുതൽ പഴമൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ വൈകുന്നേരം ചായയ്ക്ക് നല്ല ചൂടോടുകൂടി ഇതേപോലെ കുട്ടി കുട്ടി ബോൾസായിട്ട് ഒന്ന് റെഡിയാക്കി നോക്കൂ. ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കൊണ്ട് തന്നെ സമയം കളയാതെ കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് പഴം കൊണ്ട് ഇതേപോലെ നല്ല അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുകയും കുറച്ചും കൂടി നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നെയ്യാവുമ്പോൾ ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നെയ്യൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാക്കൊത്തുണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിലും പൊടിപൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ട് മാത്രമേ കേട്ടോ ഈ സമയത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കാഷ്നട്ടിൻ്റെ കളറൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയൊന്നും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം പഴുത്ത 2 വലിയ പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് മതിയാവും. ഒരുപാട് വലിയ പഴമാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി തേങ്ങ ചിരകിയത് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 പഴമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നെയ്യിൽ കിടന്നുകൊണ്ട് തേങ്ങയുടെ ആണെങ്കിലും പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി ശരിക്കും ഒന്നിങ്ങ് ചൂട് കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ചെറുതാവണ്ട, എന്നാൽ ഒരുപാട് വലുതുമാവണ്ട, ഈ ഒരു വലിപ്പത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി തേങ്ങയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നെയ്യിൽ കിടന്നുകൊണ്ട് ശരിക്കും ഒന്നിങ്ങ് ചൂട് കയറി വരണം. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഈ സമയത്തൊക്കെയും ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ചൂടായി വരട്ടെ. കണ്ടോ, കൈയെടുക്കാതെ അങ്ങനെ ഇളക്കൊന്നും വേണ്ട, ശരിക്കും ഒന്നിങ്ങ് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് ചൂട് കയറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. ഒരു 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടൊന്ന് ചൂടൊക്കെ കയറി പഴത്തിൻ്റെ കളറൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് മാറി ആ ഒരു നെയ്യിൽ കിടന്നുകൊണ്ട് വരണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണം ഉണ്ടല്ലോ അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴത്തിന് നല്ല മധുരം ഉള്ളതായതുകൊണ്ട് കുറച്ചുകൂടി ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരേ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്നിങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടതാ ഇത് മതിയാവും. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് ഒരേ ഒരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നല്ലൊരു മണത്തിനും ടേസ്റ്റിനും വേണ്ടി ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അത്ര മാത്രം മതിയാവും. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ആ വലിയ തീ ചൂടൊന്ന് ആറാനായിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു ചൂടുണ്ട് തന്നെ, നമ്മുടെ കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു ചൂട് മാത്രമേ ഇപ്പോഴുള്ളൂ. അപ്പോൾ ഇതേപോലെ കയ്യിലെടുത്ത് ഈ ഒരു ബോൾ പോലെ നമ്മളൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. തീരെ ചെറുതുമല്ല ഒരുപാട് വലുതുമല്ലാത്ത ഈ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതേപോലെ ഇങ്ങ് ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഉരുട്ടി ഷേപ്പാക്കി എടുക്കാനായിട്ട് കയ്യിൽ വേറെ നെയ്യോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ വെള്ളമോ ഒന്നും തന്നെ പറ്റണ്ട കേട്ടോ. കാരണം നെയ്യിൽ കിടന്നിട്ടാണല്ലോ നന്നായിട്ടൊന്ന് വരണ്ട് വന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങ് ഷേപ്പാക്കി നമുക്ക് കിട്ടിക്കോളും. അങ്ങനെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 10 ബോൾസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരേ വലിപ്പത്തിലുള്ളതാവണം, എന്നാലാണ് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം നന്നായിട്ട് ഒരേപോലെ അങ്ങ് വെന്ത് വരുള്ളൂ. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നമുക്കൊരു മാവിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മാവൊന്ന് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ ഒരു മാവ് റെഡിയാക്കിയിട്ടല്ലേ നേരെ ഒന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു മാവ് റെഡിയാക്കാനാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് മൈദ അത്ര മാത്രം മതിയാവും. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരുപാട് കൂടുതലൊന്നും വേണ്ട, 1 അല്ലെങ്കിൽ 1.5 അത്ര മതിയാവും. ഇനിയിപ്പോൾ നമ്മുടെ ഈ മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നേന്ത്രപ്പഴമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചെറുപഴമോ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇതേപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഒന്നിങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് കൂടുതലൊന്നും ആയി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൂസായി പോകും. പിന്നെ നമ്മുടെ മാവ് ഒന്നിനും കൊള്ളാണ്ട് വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആദ്യമേ ഒന്നിങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടതാ ഇതേപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഒരുപാട് വെള്ളം കൂടുതലുമില്ല, തീരെ കുറവുമില്ല, അത് പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അരച്ചെടുത്തത് മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഒരുപാട് കട്ടി കൂടുതലുമില്ല കുറവുമില്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നേരെ നമ്മുടെ ഈ മാവിൽ മുക്കി ചൂടായ ഓയിലിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടണം. ആ ഒരു പരുവാണ് നമ്മുടെ മാവിന് വേണ്ടത്. വെള്ളം റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല ചൂടോടുകൂടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ആ മാവിൽ മുക്കി ഇതേപോലെ ഓയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നേരത്തെ തന്നെ നമ്മൾ മാവിലൊന്നും മുക്കി വെക്കണ്ട കേട്ടോ. സാധാരണ നമ്മൾ പഴംപൊരിക്കൊക്കെ ചെയ്യുന്നത് പോലെ അപ്പം അങ്ങ് മുക്കിയിട്ട് നേരെ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ശ്രദ്ധിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. ഒരുപാട് കൂട്ടിയും വെക്കരുത്, അതേപോലെ തന്നെ ഒരുപാട് കുറച്ചും വെക്കരുത്. ഇതിപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് പതുക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുവശവും കൂടി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഒരുപാട് ഒരു വശമൊന്നും മുരിഞ്ഞൊന്നും പോകാതെ പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ. അപ്പോൾ നമുക്ക് രണ്ട് വശവും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് കോരി മാറ്റി വയ്ക്കാം. നന്നായിട്ട് തന്നെ രണ്ട് വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും മുരിഞ്ഞൊന്നും പോകാതെ പാകത്തിന് ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇതങ്ങ് കോരിയെടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 10 ബോൾസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയൊക്കെ പതുക്കെ ഒന്നിങ്ങ് വരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നന്നായിട്ട് പഴുത്ത 2 പഴവും അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും മൈദയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പാടൊന്നുമില്ല, സിമ്പിളാണ്. നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ കുട്ടീസനാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടമാവും. എന്ന് കരുതി ഒരുപാട് മധുരം കൂടുതലും ഇല്ല, എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഒരുപാട് മുരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടതാ ഇതേപോലെയാണ് ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത്. നന്നായിട്ട് തന്നെ വെന്ത് ആ പുറം ഭാഗമൊക്കെ ആണെങ്കിലും നന്നായിട്ട് മുരിഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. നമുക്കിതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.